പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അച്ഛനെ കൊണ്ടാക്കാൻ ഗീവർഗീസേട്ടൻ പോവുകയാണ്. അപ്പം മോളി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീവർഗീസേട്ടൻ പോവുകയാണ്. അപ്പം വേദയും മോളി ചേച്ചിയും അതുപോലെ തന്നെ വിക്രവും നിൽപ്പുണ്ട്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സംശയമുണ്ടോ ആ മാനേജറിന്? അപ്പോൾ വേദ പറയുന്നുണ്ട്, സംശയമൊന്നുമില്ല, പക്ഷേ തൊഴിലാളിയുടെ അടുത്തൊക്കെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് നല്ല ടെൻഷനുണ്ട് സാറേ എന്ന് മോളി ചേച്ചി പറയാണ്. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യം എല്ലാവരും കൂടെ ഇങ്ങനൊരു സമരത്തിന് ഇറങ്ങുമ്പോൾ ഇനി പട്ടിണിയാവോ എന്നുള്ളൊക്കെ ഒരു ഭയമുണ്ട്. ഞാൻ പറയാണ്, നമ്മളിപ്പോഴേ ഇതിനെക്കുറിച്ച് അയാളടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ഇയാൾ ഈ കള്ളത്തരം തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്നും ഈ വേതനം തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂലി കിട്ടണ്ടേ? അത് കിട്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിക്രം പറയുകയാണ്. അപ്പം വേദ പറയാണ്, അതാ ഞാനും മോളി ചേച്ചിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് പറയുകയാണ്. എന്തായാലും നാളെ സമരം തുടങ്ങിയില്ലേ എന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ചേച്ചിയാണെങ്കിൽ ഇതിനകത്ത് എന്താ പൈസ എഴുതാഞ്ഞ്, എന്താ കൂലി എഴുതാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് സംശയമൊന്നും തോന്നിയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ മോളി ചേച്ചി പറയാണ്, സംശയമൊന്നും തോന്നിയില്ല, പക്ഷേ എന്നും തരുന്ന കൂലിയല്ലയോ, ഒരുമിച്ചങ്ങ് എഴുതിക്കോളാമെന്ന് പറഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു. അയാൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല എന്ന് മോളി ചേച്ചി പറയാണ്. അപ്പം വിക്രം പറയാണ്, എന്തായാലും മൈക്കിളച്ചൻ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാം എന്ന് വിക്രം പറയാണ്. അങ്ങനെ അവരെല്ലാം അടുത്ത ദിവസം മുതൽ സമരത്തിനിറങ്ങാനും ജോബി വേതനം കുറയ്ക്കുന്ന കാര്യം മറ്റുള്ള തൊഴിലാളികൾ അറിയുകയൊക്കെ ചെയ്തു. ഇതിൽ വേദയ്ക്ക് ആണെങ്കിൽ മോളി ചേച്ചി കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മോളി ചേച്ചിയെ കൊണ്ട് സമരത്തിന് മുൻകൈ എടുത്തിരിപ്പിക്കുകയാണ്. കൂട്ടിന് മൈക്കിളച്ചനും ഉണ്ട്. അതിനുശേഷം ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, നീ ആ വീഡിയോ പ്രചരിപ്പിച്ചിട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എന്നും പ്രത്യേകിച്ച് ആരും നമ്മളെ അവരെ കണ്ടതായി അറിയിച്ചിട്ടൊന്നുമില്ല. എന്തായാലും വീഡിയോ ഇപ്പോൾ ഉടനെ പ്രചരിച്ചതല്ലേ ഉള്ളൂ. പതുക്കെ കൊണ്ട് ആരെങ്കിലും അവരെ കണ്ടിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയാണ്. ചന്ദ്രശേഖരൻ പറയാണ്, എത്രയും പെട്ടെന്ന് അതുണ്ടാവണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പം തന്നെ വാസവൻ അറിഞ്ഞല്ലോ, വാസവൻ ജയിച്ചു, ഇനിയിപ്പം അയാളുടെ കാലമാണ്. അയാളുടെ മോനെ കൊന്നവനെ കണ്ടെത്തണം, അതാണ് അയാളുടെ ആദ്യത്തെ ഉദ്ദേശം. അതിന് കൂട്ടിന് ശ്രീകാര്യ ശ്രീനിവാസനുമുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് മുൻകൈയെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെനിക്കറിയാം അച്ഛാ, എത്രയും പെട്ടെന്ന് വിക്രത്തെയും വേദയും കണ്ടെത്തും. അവരെ കൂടെ തന്നെ കാണുമല്ലോ അനിയൻകുട്ടൻ. ഈ തെളിവ് അവനല്ലേ, അനിയൻകുട്ടനല്ലേ ഇതിൻ്റെയൊക്കെ ദൃസാക്ഷി. അവൻ്റെ കഥ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീരുമല്ലോ. കൂട്ടത്തിൽ ആ വിക്രത്തിൻ്റെയും കഥയങ്ങ് തീർക്കും എന്ന് ശ്രീകാന്താണെങ്കിൽ ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, പറച്ചിൽ മാത്രം പോരാ, കാര്യം നടക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. വാസവനാണെങ്കിൽ ഇപ്പം തന്നെ തിളച്ച് നിറഞ്ഞ് നിൽക്കുകയാണ്. അയാൾക്ക് നിന്നെ സംശയമുണ്ട്. അയാൾ ഏത് വഴിയിൽ കൂടെയും ഇനി ൻ്റെ കൊലപാതകയുടെ മുന്നിലെത്താനേ നോക്കത്തുള്ളൂ. നിന്നെ സംശയം വന്നതുകൊണ്ട് ഇനി നിൻ്റെ പുറയും അയാൾ കാണുമെന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് വിക്രത്തെ കണ്ടെത്തുന്നുണ്ടച്ചാ. അവൻ എത്ര കാലമെന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നത്, അതിനു മുമ്പേ അവനെ ഞാൻ കണ്ടെത്തി തീർത്തിരിക്കും എന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, പക്ഷേ ഇതൊന്നും അറിയാതെ സൂക്ഷിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അവൾക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം അറിയാനേ പാടുള്ളൂ എന്ന് പറയാണ്. പിന്നെ നീ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, വാസവൻ്റെ ഒരു കണ്ണ് നിൻ്റെ പുറകെ കാണും. നീ എങ്ങോട്ട് പോയാലും എന്ത് ചെയ്താലും അയാളുടെ ഒരു കണ്ണ് നിൻ്റെ കൂടെ തന്നെ കാണും. അതൊരു ശ്രദ്ധ വേണമെന്ന് ചന്ദ്രശേഖർ ശ്രീകാന്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അച്ഛൻ പേടിക്കണ്ട, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് അവിടെ വേദയും വിക്രവും കൂടെ രാത്രി ഒരുമിച്ചിരുന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ വേദയാണെങ്കിൽ കറിക്കരിയാണ്, വിക്രമാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുവാണ്. അപ്പം വേദ പറയുന്നുണ്ട്, എന്തായാലും നാളെ മുതൽ സമരം തുടങ്ങും. മാത്രവുമല്ല, ഈ ഒരു കാര്യം, നമ്മുടെ കാര്യം, അതിൻ്റെ വീഡിയോ അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവനങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. അവൻ ഇപ്പോഴാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മൾ അവനെതിരെ തിരിഞ്ഞ കാര്യം അവനറിയത്തില്ല. ഈ കൂലിയുടെ കാര്യവും ഒക്കെ അവനറിയും. ഇതൊരു വലിയൊരു പ്രശ്നമാകുമ്പോൾ അവൻ ആ വീഡിയോയുടെ കാര്യം എടുത്തിടും എന്ന് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, എന്നും പറഞ്ഞ് നമുക്ക് തൊഴിലാളികളെ ഈ ഇത്രയും ജോലി ചെയ്യുന്നവരെയൊന്നും പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ, വരട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ചെയ്യാം എന്ന് പറയുകയാണ്.
അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും അടുക്കള ജോലി ഭാര്യയ്ക്ക് മാത്രം ഉള്ളതല്ല, ഭർത്താവിനും കൂടെ ഭാര്യയെ സഹായിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണമെന്ന് വിക്രം വേദയെടുത്ത് പറയുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അപ്പോൾ വേദ പറയാണ്, ആ ജോബിയുടെ കയ്യിലുള്ളത് വിക്രം എന്നെ നിർബന്ധിച്ച് താലി കെട്ടിയ ആ വീഡിയോ ആണ്. അതാണ് ആ വീഡിയോ ആണ് ഇപ്പം പ്രചരിക്കുന്നത്. അതിനകത്ത് വിക്രമാണെങ്കിൽ കൊലയാളിയാണെന്ന് പറയുന്നുണ്ട്. ഇനി അതൊക്കെ വെച്ച് അവൻ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുമോ എന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഇയാളുടെ ടെൻഷനും ഇതുവരെ മാറിയില്ലേ? അങ്ങനൊന്നും സംഭവിക്കത്തില്ലെന്ന് പറയാണ്. പിന്നെ താലി കിട്ടുന്നതിലൊന്നൊരു കാര്യമില്ല എന്ന് വിക്രം പറയാണ്. വേദ പറയാണ്, അത് ശരിയാ, താലിയിലൊന്നും ഒരു കാര്യമില്ല എന്ന് വേദയും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിക്രം ഇങ്ങനെ ഒരു ചിരിയോടെ വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയെടുത്ത് പറയാണ്, ഞാൻ നിർബന്ധിച്ച് താലി കെട്ടി എന്ന ഒറ്റ കാരണത്തിൽ വന്ന് എൻ്റെ വീട്ടിൽ താമസമാക്കിയ ആളാണോ ഇത് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ആണ്, ആ ആൾ തന്നെയാണ് പറഞ്ഞത് താലിയിലെന്ന് ഒരു കാര്യമില്ലെന്ന്. വിക്രത്തിൻ്റെ വീട്ടിൽ വന്ന് താമസമാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയുകയാണ്. ഇപ്പം എനിക്കറിയാം അതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള മനസ്സിൻ്റെ അടുപ്പമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം വേദ ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, അതെ, വേദ പറഞ്ഞതാണ് ശരി. ഇനി താലിയിലോ മറ്റൊന്നിനും അല്ല ഒരു കാര്യവും ഇരിക്കുന്നത്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും ബന്ധവുമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, നമ്മുടെ കാര്യത്തിൽ തന്നെ അങ്ങനല്ലേ, അന്ന് വിക്രം എന്നെ താലി കെട്ടിയെന്നും പറഞ്ഞിട്ട് ഞാൻ വിക്രത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എത്ര കാലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ട് അന്യരെ പോലെ കഴിച്ച് ഇപ്പം നമ്മുടെ രണ്ടിൻ്റെയും മനസ്സൊന്നായപ്പം നമ്മളുടെ സ്നേഹവും ഒന്നായി. അതുകൊണ്ട് എന്തുകൊണ്ടും രണ്ട് മനുഷ്യരെ തമ്മിലുള്ള മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് വേണ്ടത്. അവർ തമ്മിൽ പ്രണയിക്കും, അവർ തമ്മിൽ ഒരിക്കലും പിരിയത്തില്ല എന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്. അവർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. അതിന് ശേഷം വിക്രം പറയാണ്, ഞാൻ അനിയൻകുട്ടനെ ഒന്ന് നോക്കിയിട്ട് വരാം, കുറേ നേരമായാലോ അനിയൻകുട്ടൻ്റെ അനക്കമൊന്നുമില്ല, ഞാൻ അനിയൻകുട്ടനെ ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ അനിയൻകുട്ടനെ നോക്കാൻ പോവാണ്. അപ്പോൾ വേദ അവിടെ ഇരുന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണെങ്കിൽ കൈമുറിയാണ്. കൈമുറിയുന്ന വേദയുടെ കരച്ചിലിട്ടുകൊണ്ട് വിക്രം ഓടി വരികയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഹേയ് ഒന്നുമില്ല വിക്രം, കൈയൊന്ന് മുറിഞ്ഞതാണെന്ന് പറയണം, ഒത്തിരി ചോര വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ കുറച്ച് തുണി എടുത്തുകൊണ്ട് വന്ന് കെട്ടിയൊക്കെ കെട്ടിയൊക്കെ കൊടുത്തിട്ട് വഴക്ക് പറയുന്നുണ്ട്. നോക്ക് ചെയ്യണ്ടായോ, കൈയൊക്കെ മുറിക്കുന്നത് എന്തിനാ എന്നും ചോദിച്ചുകൊണ്ട് വിക്രം വേദയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ സ്നേഹത്തോടെ വിക്രത്തെ നോക്കുവാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, എൻ്റെ കൈയൊന്ന് മുറിഞ്ഞപ്പോഴത്തേക്ക് വിക്രത്തിന് ഇത്രയും വെപ്രാളോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, പിന്നെ തൻ്റെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരത്തില്ലേ? ഏത് പറയാണ്, ഞാൻ ഒരു നിമിഷത്തേക്ക് പഴയ നമ്മുടെ ജീവിതം ഓർത്തുപോയി. നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കെങ്കിലും ഇട്ട് പാര പണിയണം, അത് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇവിടെ കൈ മുറിഞ്ഞാലും വഴക്കിട്ടാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. അവിടെ നിന്ന് നമ്മളുടെ ജീവിതം ഇവിടം വരെ മാറി. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ ഇപ്പം നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറിയെന്ന് വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പം വിക്രമാണെങ്കിൽ വേദയെടുത്ത് പറയാണ്, അന്ന് നമ്മൾ തമ്മിൽ ശത്രുക്കളല്ലേ, ഇപ്പം അങ്ങനെ അല്ലല്ലോ എന്ന് വിക്രം പറയാണ്. അങ്ങനെ വേദയുടെ മുറിവൊക്കെ കെട്ടിവെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ വേദയാണെങ്കിൽ മോളി ചേച്ചി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ വേദയും മോളി ചേച്ചിയും കൂടെ തേയിലത്തോട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വേണം ചെയ്യാൻ, എല്ലാവരുടെയും കൂടെ തന്നെ കൂട്ടണം എന്ന് വിക്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗീവർഗീസ് ചേട്ടനാണെങ്കിൽ വിക്രത്തെയും അനിയൻകുട്ടനെയും കൊണ്ടുപോകാനും വന്നിട്ടുണ്ട്. അങ്ങനെ ഗീവർഗീസ് ചേട്ടൻ്റെ കൂടെ അനിയൻകുട്ടനും വിക്രമും പോകുന്നുണ്ട്. മോളി ചേച്ചിയും വേദയും കൂടെ നേരെ തൊഴിലത്തോട്ടത്തിലേക്ക് പോവുകയാണ്. മോളി ചേച്ചി വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയണേ, എന്ത് പ്രശ്നം ഉണ്ടാവാനാ ചേച്ചി, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂലി കിട്ടുന്നില്ല, അതല്ലേ, അത് ചോദിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സമരം, അത്രയേ ഉള്ളൂ. അല്ല, എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുമോ എന്ന് മോളി ചോദിക്കുന്നുണ്ട്. പിന്നെ നിൽക്കാതെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കാമെന്നല്ലേ പറഞ്ഞത്, നിൽക്കും ചേച്ചി ധൈര്യമായിട്ട് മുന്നിൽ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ മോളി ചേച്ചിക്ക് ധൈര്യമൊക്കെ വേദ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ അവർ രണ്ടുപേരും കൂടെ തേയിലത്തോട്ടത്തിലേക്ക് പോവുകയാണ്.